അധികം ഓയിലൊന്നും ചേർക്കാതെ ചെമ്മീത്തിൻ്റെ ഒരു കട്ട്ലേറ്റ് നോക്കിയാലോ, അതും കപ്പ കൊണ്ടുള്ള ഒരു കട്ട്ലേറ്റ്. അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ നന്നാക്കിയിട്ട് ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് വെന്ത് തന്നെ ആ വെള്ളം ഒന്ന് പറ്റി വരണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പറ്റി വരുമ്പോൾ തന്നെ ലാസ്റ്റ് കുറച്ച് വെള്ളം ഉള്ളപ്പോൾ തന്നെ പറ്റി വരില്ല. അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വറുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാനിലോട്ട് വേണം കേട്ടോ ഈ ചെമ്മീൻ വേവിക്കാനിടാനായിട്ട്. ഇതൊന്ന് ചെറുതായിട്ട് വറുത്ത് മാറ്റാം കേട്ടോ. അപ്പോഴേക്കാളും ഒരു കപ്പ, ഈ കപ്പയാണ് എടുത്തേക്കുന്നത്, അത് നന്നാക്കി വേവിച്ചെടുക്കാം. മസാലയ്ക്ക് വേണ്ടി 2 സവാളയും 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. ഒരു 2 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ആദ്യം ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി അതിനകത്തോട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കരുത് കേട്ടോ. ഈ ചെമ്മീത്തിൽ ഉപ്പുണ്ട്. അപ്പോൾ ആ ഉപ്പുള്ള ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഈ വേവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉപ്പൊന്നും ഇടണ്ട. കപ്പ വേവിക്കുമ്പോൾ ഒരിച്ചിരി ഉപ്പിട്ടൊന്ന് വേവിക്കണം. കപ്പ ഇങ്ങനെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുളക് പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കുരുമുളക് പൊടി മാത്രം, ഈ 2 പൊടികൾ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഇതിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ സവാളയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് വേണം കേട്ടോ ഇതിടാനായിട്ട്. അതും കൂടി ഇട്ടിട്ട് ഈ നമ്മുടെ ചെമ്മീൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വറുത്ത ചെമ്മീത്തിന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം എണ്ണ ഉള്ളതായിട്ട് തോന്നും, പക്ഷേ ആ കപ്പ ഇടുമ്പോൾ അത് കറക്റ്റായിരിക്കും കേട്ടോ. ആ കപ്പയും കൂടി നല്ലോണം ഉടച്ചത് ഞാൻ കൈകൊണ്ട് ഒന്നും കൂടി ഉടച്ചായിരുന്നേ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കാളും 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ കട്ട്ലേറ്റ് ഞാൻ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഷാലോ ഫ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മസാലയുടെ ചൂടാറിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ കുഴച്ച് എടുക്കത്തില്ലേ, ഉണ്ട പോലെ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കി കൈ കൊണ്ട് തന്നെ അമർത്തി, അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തിയെടുക്കാം. അധികം ലൂസല്ല, നല്ല ടൈറ്റായിട്ട് തന്നെ ഉണ്ടോ മാവിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ബോൾസ് ഒരു 3-4 എണ്ണം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമ്മൾ സവാളയൊക്കെ മൂപ്പിച്ച ആ പാനിൽ തന്നെ അതിന് അടപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഷാലോ ഫ്രൈക്കുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ ഇങ്ങനെ ഓരോ നമ്മൾ പരത്തി വെച്ച കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ എടുത്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ എണ്ണയിലോട്ടൊന്ന് ഇട്ട് വറുത്തെടുക്കാവേ. ഇത് ഷാലോ ഫ്രൈ ആണ്. ഒരുപാട് മൊരിയാത്ത രീതിയിലാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഒരുപാട് മൊരിയാനല്ല, നമ്മൾ മീനൊക്കെ മറിച്ചിടുന്ന പോലെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് തീ എപ്പോഴും സിമ്മിലായിരിക്കണം കേട്ടോ. മുട്ടയാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുമേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് അതൊന്ന് മൊരിച്ചെടുക്കാം. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് അതിൽ നിന്ന് മാറ്റാം കേട്ടോ. ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് അതിനകത്തോട്ടാണ് ആദ്യം വെക്കുന്നത്. കുറച്ച് എന്തായാലും എണ്ണ പിടിച്ചിട്ടുണ്ടാവും. ഇതിനേലും കൂടുതലായിരിക്കുള്ളൂ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ പിടിക്കുന്നത്. ഇത് അത്രയില്ല. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ കപ്പ കട്ട്ലേറ്റ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും കൂടി നോക്കണേ.